വളരെ ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് പരിചയിച്ച ശബ്ദമാണ്. ഞാൻ ഓർക്കാണ് സമദാനി സാഹിബ് കോട്ടക്കൽ കുറ്റിപ്പുറത്ത് ചെനക്കല പാറപ്പുറത്ത് റമദാൻ പ്രഭാഷണം നടത്തുന്ന അന്ന് നമ്മൾ പോയി പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പ്രഭാഷണം നടത്തുന്നത് അന്നും പോയിട്ടുണ്ട്. കടപ്പുറത്തായപ്പോൾ അന്നും നമ്മൾ പോയിട്ടുണ്ട്. സമദാനി സാഹിബിന്റെ ചില കോട്ടുകളൊക്കെ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ ഉദ്ധരിക്കാറുമുണ്ട്. അപ്പൊ അത്രയും നമ്മൾ മനസ്സിൽ, അതുകൊണ്ടാണ് ദാർഹൃദയമായി വളരെ ദീർഘമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വം കൂടിയാണ്. അവരിൽ നിന്ന് പല പൊതുപ്രവർത്തന രംഗത്ത് വളരെ പരിചയമുള്ള ബഹുമാന്യ വ്യക്തിത്വമാണ്. അവരിൽ നിന്ന് കുറേ നമുക്ക് പ്രബോധന മേഖലയിലും നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ടാകും. അള്ളാഹു ദീർഘകാലം ഈ രംഗത്ത് തുടരാനും നമ്മോടുമായി സംവദിക്കാനൊക്കെ ഉള്ളൊരു തൗഫീഖ് അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദിന്റെ വാക്ക് എന്നെ വികാരഭരിതനാക്കി. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ നിങ്ങൾക്കറിയോ? വികാരഭരിതനാവുക. ഞാൻ പറയാറുണ്ട്, സമദാനി സാഹിബിന്റെ ആമുഖങ്ങളൊക്കെ നിങ്ങൾ കേട്ട് പഠിക്കണം. ക്ലാസ്സിൽ ഞാൻ അവരോട് അത് ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. ഒരു പ്രഭാഷണം സമദാനി സാഹിബ് തുടങ്ങുന്നത്, കാലത്തിന്റെ മഹാപ്രവാഹത്തിനിടയിൽ ഭൂമിയിൽ വന്നവർ നാം, എവിടെ വെച്ചോ പരസ്പരം കണ്ടുമുട്ടാൻ വിധിക്കപ്പെട്ടവർ നാം, സ്നേഹത്തോടെ ജീവിതം ജീവിച്ചു തീർത്ത് തിരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടവർ നാം. അടുത്തതാണ് ഇനി വളരെ പ്രധാനപ്പെട്ടത്. ദർശനത്തിന്റെ ചക്രവാളങ്ങളിലൂടെ കാലത്തിന്റെ വിളിയാളം പോലെ മുഴക്കപ്പെട്ട വചനങ്ങൾക്ക് അനുബന്ധം കുറിക്കേണ്ടവർ നാം. ഞാൻ കീഴടങ്ങി. ഇതോടുകൂടി സദസ്സ് സമദാനി സാഹിബിൻ്റെതായി മാറുകയാണ്.